ഗുഡ് മോർണിംഗ്. ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്ന ഭാഗമാണ്. വെൽക്കം ടു ദ ക്ലാസ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നത്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രഭരണത്തിനുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ്. അതായത് നമ്മുടെ രാഷ്ട്രഭരണത്തിൽ കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മൾ സമർപ്പിക്കുകയാണ്. ആ നിർദ്ദേശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കുറച്ച് നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതായത് വേറൊന്നുമില്ല, നമ്മുടെ രാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രമായിട്ട് മാറാൻ. എന്താണ് ക്ഷേമരാഷ്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കുന്ന നയങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിൽ തുല്യത ഉറപ്പുവരുത്തുന്നതും എല്ലാ ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പുവരുത്തുന്നതുമായിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ഒരുപാട് ഉന്നത വ്യക്തിത്വങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ പണ്ട് തൊട്ടേ അവരവരുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ രാഷ്ട്രം ഇങ്ങനെയൊക്കെ ആയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ഒരുപാട് ആശയങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാമാണ് മാർഗനിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഒരു നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ട കുറേയേറെ നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തി കാണുന്നത്. ഓക്കെ, ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകതകളിലേക്ക് വരാം. മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ഉൾക്കൊണ്ട ഒരു രാജ്യം, അല്ലെങ്കിൽ ഉൾക്കൊണ്ട് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഉടലെടുത്തത് സ്പെയിനിലാണ്. മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്ന ആശയം ഉടലെടുത്തത് സ്പെയിനിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത്. പിന്നീട് നമ്മുടെ ഇന്ത്യയിലേക്കും അതിനു മുന്നേ തന്നെ വേറെ രാജ്യങ്ങളിലേക്കും ഒക്കെ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. നമുക്ക് ഇനി നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വരുന്നത്. ആർട്ടിക്കിൾ 12 to 35 വരെ വരുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 12 to 35 വരെ വരുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെയാണ്? ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് പാർട്ട് 4A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം എന്നും പറഞ്ഞു. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് പാർട്ട് 4ലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടം വരെയാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ വരുന്ന ആർട്ടിക്കിൾ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് 4 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 36 to 51 വരെ വരുന്ന ആർട്ടിക്കിൾസ് ആണ് മാർഗനിർദ്ദേശക തത്വം അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിനെ പറ്റി പറയുന്നത്. ഇനി നമ്മുടെ രാജ്യം ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് കടമെടുത്തിരിക്കുന്നത് അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പോൾ ആദ്യം ഉണ്ടായത് സ്പെയിനിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. സ്പെയിനിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അയർലൻഡ് കടമെടുത്തിരിക്കുന്നത്. ഈ അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തിരിക്കുന്നത്, കടമെടുത്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്താൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്താൻ പ്രചോദനമായിട്ടുള്ള വസ്തുതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനവുമാണ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനവുമാണ് ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുത്താനായിട്ട് കാരണമായ രണ്ട് വസ്തുതകൾ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് കാരണമായ വസ്തുതകളാണ് ഈ പറയുന്ന രണ്ടെണ്ണവും. ഇനി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വത്തെ പറഞ്ഞിരിക്കുന്നത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ് മാർഗനിർദ്ദേശക തത്വത്തെ അറിയപ്പെട്ടിരുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ സൗകര്യപൂർവ്വം മാറാവുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് KT ഷായാണ്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വത്തെ
ഗവൺമെന്റിന്റെ സൗകര്യപൂർവ്വം മാറാവുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KT ഷായാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ മാർഗനിർദ്ദേശക തത്വത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയൊക്കെയാണ്? ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ രാഷ്ട്രീയമായും സാമൂഹ്യമായും സാമ്പത്തികമായും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതി എന്നുമാണ് മാർഗനിർദ്ദേശക തത്വത്തെ ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. എന്നാൽ KT ഷാ വിശേഷിപ്പിച്ച എന്താണ്? ഗവൺമെന്റിന്റെ സൗകര്യപൂർവ്വം മാറാവുന്ന ചെക്ക് എന്നാണ് KT ഷാ വിശേഷിപ്പിച്ചത്. ഇനി ഭരണഘടനയുടെ സംക്ഷിപ്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? G. അസ്റ്റിൻ ആണ് ഭരണഘടനയുടെ സംക്ഷിപ്തം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് കൂടി ഓർത്തു വെച്ചിരിക്കുക. മിനർവ മിൽ കേസ്. അത് മാർഗനിർദ്ദേശക തത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് മിനർവ മിൽ കേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1945 രൂപം കൊണ്ട സപ്രു കമ്മിറ്റി, അതായത് തേജ്പാൽ സപ്രു അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ് സപ്രു കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സപ്രു കമ്മിറ്റി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് സപ്രു കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സപ്രു കമ്മിറ്റി അതുപോലെ തന്നെ മിനർവ മിൽ കേസ് എന്നിവ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഇതുപോലെ പറഞ്ഞതാണ് ബാർബാറി കേസും കേശവാനന്ദ ഭാരതി കേസും ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അഥവാ മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസബിൾ ആണ്. അതായത് ഏതെങ്കിലും തരത്തിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ നമുക്ക് നടപ്പിലാക്കപ്പെടാൻ പറ്റിയില്ല എങ്കിൽ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. അതായത് നോൺ ജസ്റ്റിസബിൾ ആണ്, നീതിയുക്തമല്ല എന്തെന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മൗലിക അവകാശങ്ങൾ. എന്താ മൗലിക അവകാശങ്ങൾ പറയുന്നത്? മൗലിക അവകാശം പറയുന്നത് അത് ജസ്റ്റിസബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. അത് ജസ്റ്റിസബിൾ ആണ്, നമുക്കത് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും എന്നാണ്. ഇനി അതുപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ മറ്റൊരു പ്രത്യേകത അത് പോസിറ്റീവ് നേച്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവ് നേച്ചറാണ്. അതെങ്ങനെ ഓർത്തിരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എല്ലാം തന്നെ ഓരോരുത്തരുടെ രാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു സങ്കല്പമാണ് ആക്ച്വലി മാർഗനിർദ്ദേശക തത്വത്തിൽ പറയുന്നത്. അപ്പോൾ രാജ്യം ഒരു ക്ഷേമ രാഷ്ട്രമായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഓരോരുത്തരുടെയും നിർദ്ദേശവും അവരുടെ സങ്കല്പവുമാണ് ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിലെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രം ക്ഷേമരാഷ്ട്രമാകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കോ? ഇല്ല, ഒരിക്കലും ഇൻവോൾവ് ചെയ്യിപ്പിക്കത്തില്ല. അപ്പം എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു രാജ്യം ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർഗനിർദ്ദേശക തത്വങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് മിക്കവാറും മുഴുവനും പോസിറ്റീവ് നേച്ചറാണ് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 36 മുതൽ 51 വരെയുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിനകത്ത് ആർട്ടിക്കിൾ 36 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 36 എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ നിർവചിക്കുകയാണ്. ഒരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം എന്ന് നിർവചിക്കുന്നതാണ് ആർട്ടിക്കിൾ 36 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 36 എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, അതായത് സ്റ്റേറ്റിനെ നിർവചിക്കുന്നതാണ് ആർട്ടിക്കിൾ 36 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 37 എന്ന് പറയുന്നത് ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 37. അതായത് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 36. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 37 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 38 എന്ന് പറയുന്നത് രാഷ്ട്രം ഒരു സാമൂഹിക ക്രമം ഉണ്ടാക്കിയെടുക്കണം, അതായത് ഒരു സോഷ്യൽ ഓർഡർ ജനറേറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 38. രാഷ്ട്രം ഒരു സാമൂഹ്യ ക്രമം, ഒരു സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 38 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 39 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തിന്റെ സമ്പത്ത് അതുപോലെ വിഭവങ്ങൾ ഇവയെല്ലാം
ഒരാളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 39 പറയുന്നത്. അതായത് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തണം, ഒരാളിൽ മാത്രം ഒരു കാര്യം കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കുക. അതായത് പാവപ്പെട്ടവനിലേക്ക് കൂടി എല്ലാ കാര്യങ്ങളും തുല്യനീതിയോടുകൂടി എത്തിപ്പെടണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 39 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 40 നമുക്കറിയാം. ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത് പഞ്ചായത്തുകളെ പറ്റി പറയുകയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 41 എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ തടയാൻ വേണ്ടിയിട്ട് തൊഴിൽ ലഭ്യമാക്കുക എന്ന ആവശ്യത്തെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 41. അതായത് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥയിലും ജോലിയിലും വിദ്യാഭ്യാസത്തിലും എല്ലാവർക്കും ഒരു സഹായം കൊടുക്കുക, എല്ലാവർക്കും ജോലി ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ തൊഴിലില്ലായ്മ തടയുക എന്ന ലക്ഷ്യമാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 42 എന്താണ് പറയുന്നത്? ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തൊഴിലിടങ്ങളിൽ വിശ്രമത്തിനും അതുപോലെ തന്നെ വിനോദത്തിനും ഉള്ള അവസരം ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 42 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 43 അഥവാ 43ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് തൊഴിലാളികൾക്ക് നീതിയുക്തമായിട്ടുള്ള രീതിയിൽ മിനിമം വേതനം ലഭ്യമാക്കണം, അതായത് നല്ല വേജ് ലഭ്യമാക്കണം എന്നതാണ് ആർട്ടിക്കിൾ 43 പറയുന്നത്. 43 പറയുന്നത് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കൂലി ഉറപ്പുവരുത്തണം, ലിവിങ് വേജസ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 43 എന്ന് പറയുന്നത്. അതിനോടൊപ്പം ആർട്ടിക്കിൾ 43 പറയുന്ന ഒരു കാര്യമാണ് കുടിൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം കൂടി ആർട്ടിക്കിൾ 43 പറയുന്നുണ്ട്. അതായത് വ്യവസായങ്ങളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ 43 പറയുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 44 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 44 പറയുന്നത് യൂണിയൻ സിവിൽ കോഡിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 44. അതായത് യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത്. അതായത് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സിവിൽ കോഡ് നടപ്പിലാക്കണം. ഇപ്പോൾ അത് മാരേജിനായിട്ടാണെങ്കിലും അതുപോലെ പിന്തുടർച്ച അവകാശത്തിനാണെങ്കിലും ഒക്കെ തന്നെ ഒരു ഏകീകൃതമായിട്ടുള്ള സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 44 അനുസരിച്ച് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ആശയം അത് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ്. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ്. ഇനി ആർട്ടിക്കിൾ 45 വരാം. ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് സൗജന്യ വിദ്യാഭ്യാസം ഗവൺമെന്റ് ഉറപ്പുവരുത്തണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 45. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ബാല്യകാല പരിചരണം നൽകുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശം രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ആവശ്യമാണെന്നാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നതാണ്. SC/ST വിഭാഗക്കാരെ, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുണ്ട്, ഗോത്ര വിഭാഗക്കാരുണ്ട്, അവർക്കും അത്തരത്തിൽ ദുർബലമായ വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായിട്ടുള്ള ഒരു സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ് ആർട്ടിക്കിൾ 46 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 47 ആണ്. ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മികച്ച ആരോഗ്യം, പോഷകാഹാരം ഇതൊക്കെ ഉറപ്പുവരുത്തുക. അതുപോലെ മദ്യനിരോധനത്തിന് കാരണമാകുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത്. അതായത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുക എന്നതും ആർട്ടിക്കിൾ 47 കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നുണ്ട് ആർട്ടിക്കിൾ 47. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ആരോഗ്യ കാരണങ്ങളിലുള്ള പുരോഗതി, പോഷക നിലവാരം ഉയർത്തുക, അതുപോലെ ജീവിത നിലവാരം ഉയർത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 47 ആണ്. ഇനി ഈ പറയുന്ന സമ്പൂർണ്ണ രൂപീകരണം മുതൽക്ക്, അതായത് സമ്പൂർണ്ണമായിട്ടൊരു സംസ്ഥാന രൂപീകരണം മുതൽക്ക് തന്നെ മദ്യനിരോധനം നിലവിലുള്ള ഒരു സംസ്ഥാനമുണ്ട്, അത് ഗുജറാത്താണ്. അതായത് ഗുജറാത്ത് സംസ്ഥാനം രൂപീകൃതമാകുന്നത് മുതൽ ആ സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനമാണ്. അത്തരത്തിലുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആർട്ടിക്കിളിലേക്ക് വരാം. ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത് കൃഷി, മൃഗപരിപാലനവും ഗോവധ നിരോധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത്. അതായത് ഗോവധ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. ഇനി ഗോവധ നിരോധനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നതും ഗുജറാത്ത് തന്നെയാണ്. ഇനി ആർട്ടിക്കിൾ 48A ഉണ്ട്. ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത് വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 48A പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 49 എന്ന് പറയുന്നത് നമ്മുടെ ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങളെയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയും വസ്തുക്കളെയും ഒക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 49 എന്ന് പറയുന്നത്. അതായത് ചരിത്ര സ്മാരകങ്ങളെയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയും വസ്തുക്കളെയും സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 49 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്
നീതിന്യായ വ്യവസ്ഥ അതായത് ജുഡീഷ്യൽ വിഭാഗം അതിനെയും കാര്യനിർവഹണ വിഭാഗം അതായത് എക്സിക്യൂട്ടീവ് വിഭാഗത്തെയും വേർതിരിക്കുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്. അതായത് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 51 പറയുന്നത് ലോക സമാധാനവും ലോക സുരക്ഷയും ഉറപ്പുവരുത്തുക, അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമാധാനം കൂടി ഉറപ്പുവരുത്തുക, അതാണ് ലോക സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആർട്ടിക്കിൾ 51 പറയുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിളുകളിൽ മൂന്നായിട്ട്, അതായത് ഈ ആർട്ടിക്കിളുകൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളുണ്ട്. ഈ ആർട്ടിക്കിള് നമുക്ക് മൂന്ന് ആശയങ്ങളായിട്ട് തരംതിരിക്കാം. ഈ ആർട്ടിക്കിളിൽ പറയുന്ന കാര്യങ്ങളെ മൂന്ന് ആശയങ്ങളായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേതായിട്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പറയുന്ന ആർട്ടിക്കിളുകളുണ്ട്. അതുപോലെ ഗാന്ധിയൻ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളുണ്ട്. അതുപോലെ തന്നെ പുരോഗമനപരമായിട്ടുള്ള അല്ലെങ്കിൽ ലിബറൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ, അതായത് ലിബറൽ ചിന്തകളുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. ഗാന്ധിയൻ ആശയങ്ങൾ ഊന്നിയ ആർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുമുണ്ട്. നമ്മൾ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം കൂടിയാണ് ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർഗനിർദ്ദേശക തത്വത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പിന്തുടർന്നുകൂടി പോകുന്നുണ്ട്. അപ്പൊ നോക്കിയേ, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പറയുന്ന നമുക്കറിയാം കുടിൽ വ്യവസായം, അത് ഗാന്ധിജിയുടെ ആശയമാണ്. അപ്പൊ അതെല്ലാം ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോന്നായിട്ട് നോക്കാം. സോഷ്യലിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾസുകൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞ ആർട്ടിക്കിൾസുകളിൽ സോഷ്യലിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 38, 39, 41, 42, 43, 47 തുടങ്ങിയ ആർട്ടിക്കിൾ സോഷ്യലിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾസുകളാണ്. ഏതൊക്കെയാണ്? 38, 39, 41, 42, 43, 47 ആർട്ടിക്കിൾസുകൾ. എന്നാൽ ഗാന്ധിയൻ ആശയം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40, 43, 46, 47, 48 ആണ്. അതായത് ഗാന്ധിയൻ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചായത്തുകളുടെ രൂപീകരണം, അതാണ് 40 പറയുന്നത്. പഞ്ചായത്തുകളുടെ രൂപീകരണം. അതുപോലെ ഈ പറയുന്ന 43 എന്ന് പറയുന്നത് കുടിൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ട്, അത് ഗാന്ധിയൻ ആശയമാണ്. അപ്പൊ 40, 43 അത് ഗാന്ധിയൻ ആശയമാണ്. അതുപോലെ തന്നെ 46 വരുന്നുണ്ട്, SC/ST വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ 47 എന്തിനെ പറ്റി പറയുന്നുണ്ട്? മദ്യ നിരോധനത്തെ പറ്റി പറയുന്നുണ്ട്, അതായത് ലഹരി വസ്തുക്കളുടെ നിരോധനം, അതും ഗാന്ധിയൻ ആശയമാണ്. അപ്പൊ ഇത്തരത്തില് ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിളുകളാണ് 40. പഠിക്കാൻ എളുപ്പമുണ്ട്. 40, അത് കഴിഞ്ഞ് 3 കൂട്ടി 43, അത് കഴിഞ്ഞ് 3 കൂട്ടി 46, പിന്നെ അങ്ങോട്ട് 47, 48 ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങളാണ്. ഇനി ലിബറൽ ചിന്തകൾ അഥവാ പുരോഗമനപരമായിട്ടുള്ള ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിലെ ആശയങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 44, 45, 49, 50, 51. അതിൽ 44 മാത്രം എടുത്താൽ നമുക്ക് മനസ്സിലാവും. യൂണിയൻ സിവിൽ കോഡ്, അതായത് ഒരു ഏകീകൃതമായിട്ടുള്ള യൂണിഫോം സിവിൽ കോഡ്, ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സിവിൽ കോഡ് രൂപീകരിക്കണം എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്ന ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു ആശയമാണ്. ഈ പറയുന്ന ലിബറൽ ചിന്താഗതികൾ അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾസുകളാണ് ആർട്ടിക്കിൾ 44, 45, 49, 50, 51 എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി പറയാനായിട്ടുള്ളത്. ഇനി ഈ പറയുന്ന മൗലിക അവകാശങ്ങളും, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സും മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിന്റെയും വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നോക്കി, മൗലിക അവകാശമാണ് ആദ്യം പറയുന്നത്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം നെഗറ്റീവ് സ്വഭാവങ്ങളാണ്. അപ്പം മെജോറിറ്റി നമ്മൾ നോക്കുമ്പോഴും നെഗറ്റീവ് സ്വഭാവമാണ് മൗലിക അവകാശങ്ങൾ കാണിക്കുന്നത്. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവ് സ്വഭാവമാണ് കാണിക്കുന്നത്. ആ വ്യത്യാസം മനസ്സിലായോ? അതുപോലെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റിസിബിൾ ആണ്, അതായത് നീതിയുക്തമാണ്, നമുക്ക് കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നവയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ അങ്ങനെയല്ല. നമുക്ക് കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത നോൺ ജസ്റ്റിസബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാർഗനിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റില്ല. അടുത്തത് മൗലിക അവകാശങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. മൗലിക അവകാശം എന്ന് പറയുന്നത് രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്ന ഒന്നാണ് മൗലിക അവകാശങ്ങൾ. അതേസമയം മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതായത് ഒരു സമൂഹത്തിന്റെ, അതായത് ഒരു സാമൂഹിക ക്രമം, സാമൂഹ്യ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ പറയുന്നത്. ഇനി അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് നിയമാനുമതി ഉള്ളതാണ് മൗലിക അവകാശങ്ങൾ, അതായത് ലീഗൽ
സാങ്ഷൻ വരുത്താൻ പറ്റുന്നവയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ലീഗലായിട്ട് സാങ്ഷൻ ചെയ്യാൻ പറ്റുന്നവയാണ് മൗലിക അവകാശങ്ങൾ. അതായത് നിയമാനുമതി ഉള്ളതാണ് മൗലിക അവകാശങ്ങൾ. എന്നാൽ ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള അനുമതി മാത്രമേ ആർക്കുള്ളൂ? നിർദ്ദേശക തത്വങ്ങൾക്കുള്ളൂ. അതിന് നിയമം കൊണ്ട് ഉള്ള അനുമതി ഇല്ല. അതാണ് നിർദ്ദേശക തത്വത്തിന്റെ ഒരു പ്രത്യേകത. അതായത് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സാങ്ഷൻ മാത്രമേ ആർക്കുള്ളൂ? നിർദ്ദേശക തത്വത്തിലുള്ളൂ. അല്ലാതെ ഒരു ലീഗൽ സാങ്ഷൻ നിർദ്ദേശക തത്വത്തിൽ ഇല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഇനി മൗലിക അവകാശങ്ങൾ പൊതുവെ വ്യക്തികളുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വ്യക്തിയുക്തമാണ് അല്ലേ? മൗലിക അവകാശങ്ങൾ നമുക്കറിയാം, ഓരോ വ്യക്തിക്കും കിട്ടേണ്ട അവകാശങ്ങൾ, അവന് നടക്കാനുള്ള അവകാശം, സംസാരിക്കാനുള്ള അവകാശം, പഠിക്കാനുള്ള അവകാശം, അതെല്ലാമാണ് ഒരു വ്യക്തി കേന്ദ്രീകൃതമാണ് മിക്കവാറും മൗലിക അവകാശങ്ങൾ എല്ലാം തന്നെ. അപ്പോൾ വ്യക്തികളുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് മൗലിക അവകാശങ്ങൾ ഊന്നൽ നൽകുന്നതെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ സമൂഹത്തിന്റെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ രൂപപ്പെട്ടതാണ് ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ സ്വയമേ നടപ്പിലാക്കാൻ പറ്റുന്നവയാണ് മൗലിക അവകാശങ്ങൾ. പ്രത്യേകിച്ച് ഒരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ സ്വയമേ നടപ്പിലാക്കാൻ പറ്റുന്നവയാണ് മൗലിക അവകാശങ്ങൾ. അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമാണ്. ഒരു മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കണമെങ്കിൽ ഒരു പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമാണ്. അപ്പൊ ഇതാണ് മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി പഠിക്കാനുള്ളത്. വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്